നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനെയും ഒരു തരത്തിലും വിടില്ല എന്നുള്ള വാശിയിലാണ് കോൺഗ്രസ് നേതാവും MLA കൂടിയായിട്ടുള്ള മാത്യു കുഴൽനാടനും BJP നേതാവും അഭിഭാഷകനുമായ ഷോൺ ജോർജ്. ഇപ്പോൾ വീണ വിജയനെ മാത്രമല്ല പിണറായി വിജയനെതിരെയും ശക്തമായ ആരോപണവുമായി എന്തിനേറെ പറയുന്നു, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയായി മാറിയിരിക്കുന്നുവെന്നുള്ള ഹർജിയാണ് ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് സമർപ്പിച്ചിരിക്കുന്നത്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ വേട്ടയാടുകയാണ് എന്നാണ് സർക്കാർ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ പറഞ്ഞൊരു കാര്യം. മാസപ്പടി ഇടപാടിനെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കം പ്രതിപക്ഷവും മറ്റു ചിലരും നടത്തുന്നുവെന്നാണ് ഹൈക്കോടതിയിൽ സർക്കാർ വാദിച്ചത്. മകളുടെ ഉടമസ്ഥയിലുള്ള കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഉൾപ്പെടെ നൽകാത്ത സേവനത്തിനും CMRL പ്രതിഫലം നൽകിയെന്ന വിഷയത്തിൽ തുടങ്ങിയ തലവേദന ഇപ്പോഴും തുടരുന്നു. CMRL എക്സോലോജിക് മാസപ്പടി കേസിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ അടുത്ത തലവേദന. കരിമണൽ ഖനന വിഷയത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കി ഷോൺ ജോർജ് രംഗത്ത് വരുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജിയും സമർപ്പിച്ചു കഴിഞ്ഞു. ദുരന്ത നിവാരണം എന്നതിന്റെ പേരിൽ അതിന്റെ മറവിൽ തോട്ടപ്പള്ളിയിലും തീരദേശത്തും നടത്തിയ അനധികൃത ഖനനമെന്ന ആരോപണമാണ് ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത്. ഖനനം സംബന്ധിച്ച് CBI NIA അന്വേഷണം നടത്തണമെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അവരെത്തി അന്വേഷിച്ചാൽ മാത്രമേ ശരിയായ വസ്തുതകൾ പുറത്തു വരുമെന്നും ഷോൺ ജോർജ് തന്നെ പരാതിപ്പെടുന്നുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുന്നിലെ മണൽ നീക്കം ചെയ്യണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിട്ടിരുന്നു. അത് ചില പാരിസ്ഥിതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു. പക്ഷേ ഇതിന്റെ മറവിൽ ആണവധാതുക്കൾ അടങ്ങിയ കരിമണൽ കടത്തുകയാണെന്നുള്ള ആരോപണമാണ് ഷോൺ ജോർജ് ഉയർത്തിയിരിക്കുന്നത്. ഈ മണൽ കടത്തുമായി ബന്ധപ്പെട്ട് CMRL കമ്പനിയിൽ വലിയ തരത്തിലുള്ള അഴിമതി നടന്നുവെന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതിനു ശേഷവും മണൽ കടത്ത് നിർബോധം തുടരുകയാണെന്നാണ് ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത്. കുട്ടനാടിനെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖം തുറന്നു കിടക്കണമെന്ന ആവശ്യം ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവും പുറപ്പെടുവിച്ചത്. എന്നാൽ ഈ ഉത്തരവിന്റെ മറപിടിച്ച് കാലാകാലങ്ങളായി ഇവിടെ കൊടും കൊള്ളയാണ് നടക്കുന്നതെന്നും ഹർജിയിലൂടെ ഷോൺ ജോർജ് ആരോപിക്കുന്നു. പൊഴിമുഖം തുറക്കാനായി സംസ്ഥാന സർക്കാർ 24 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. അതിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ ശേഷം പിന്നെയും മണൽ നീക്കം നടത്തുന്നു, മണൽ കടത്ത് സംഭവിക്കുന്നുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മണൽ നീക്കം ചെയ്യാനായി ജലസേചന വകുപ്പ് ടെൻഡറും വിളിച്ചു. പൊഴിമുഖത്ത് നിന്നും മണൽ നീക്കം ചെയ്യാനല്ലാതെ മണൽ വാരി വിൽക്കാനായി ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിൽ എങ്ങും പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഉത്തരവിന്റെ മറപിടിച്ചുകൊണ്ട് ഇത്തരം കൊടുംകൊള്ള നടക്കുന്നതെന്നും ഷോൺ ജോർജ് ആരോപിക്കുന്നു. മാത്രവുമല്ല, ഇവിടെ നിന്നും നീക്കം ചെയ്യുന്ന മണലിൽ അറ്റോമിക് മിനറൽസ് അടങ്ങിയിട്ടുണ്ടെന്ന് സർക്കാർ ഉത്തരവിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി തന്നെ ഇത്തരത്തിൽ ഒരു കൊള്ളയ്ക്ക് മുഖ്യമന്ത്രി അടക്കം കൂട്ടു നിൽക്കുന്നുവെന്നാണ് ആരോപണം. അതിനാൽ തന്നെ ഇതിനായി പാരിസ്ഥിതിക അനുമതിയോ തീരദേശ മേഖലാ നിയന്ത്രണ നിയമമോ പാലിക്കാതെയാണ് അനധികൃതമായി ടൺ കണക്കിന് മണൽ ഈ മേഖലയിൽ നിന്നും ഓരോ ദിവസവും കടത്തുന്നതെന്നും ആരോപണമുണ്ട്. അറ്റോമിക് മിനറൽസ് ആയിട്ടുള്ള തോറിയം ഉൾപ്പെടെ ധാതുക്കൾ അടങ്ങിയ മണലാണ് ഇങ്ങനെ കടത്തുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായ നിരവധി ഘടകങ്ങൾ സംശയിക്കേണ്ടതായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് CBI തന്നെ അന്വേഷണം നടത്തണമെന്നും അറ്റോമിക് മിനറൽസ് അനധികൃതമായി രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ NIA ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം കൂടി കേരളത്തിൽ നടത്തണമെന്നാണ് ഷോൺ ജോർജിന്റെ ഹർജിയിലെ ആവശ്യം. ഇത് വളരെ ഗുരുതരമായ ആരോപണമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. അറ്റോമിക് എനർജി ബോർഡിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അനുമതിയോടെ ചെയ്യേണ്ട പ്രവർത്തനമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയുള്ള ഒരു ഉത്തരവിന്റെ മറവിൽ ഇക്കഴിഞ്ഞ 5 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തോട്ടപ്പള്ളിയിൽ നടക്കുന്നത് അനധികൃത ഖനനമാണെന്നും അടിയന്തരമായി ഈ വിഷയത്തിൽ കോടതി ഇടപെടണമെന്നും അനധികൃത ഖനനം നിർത്തിവെപ്പിക്കണമെന്നുമാണ് ഷോൺ ജോർജ് ഹർജിയിലൂടെ പറയുന്നത്. ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായൊരു വിഷയമാണ് കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഷോൺ ജോർജ് കൊണ്ടുവരുന്നത്. ഇനി മറുഭാഗത്ത് SFIO അന്വേഷണം ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പനി നിയമപ്രകാരം കേസ് അന്വേഷിക്കുന്നെങ്കിലും തങ്ങൾക്ക് കേസ് അന്വേഷിക്കാൻ വിലക്കില്ല എന്നാണ് കഴിഞ്ഞ മാസം ഹൈക്കോടതിയിൽ ED സംഘം കൂടി പറഞ്ഞത്. എക്സാലോജിക് CMRL അനധികൃത പണമിടപാട് സംബന്ധിച്ച കേസിൽ EDയുടെ അന്വേഷണവും നടപടികളും സമൻസും ഒക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് CMRL ഉൾപ്പെടെയുള്ളവർ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. അതിലാണ് ഇക്കാര്യം ED സംഘം ചൂണ്ടിക്കാണിച്ചത്. SFIO അന്വേഷിക്കുന്ന കേസിൽ മറ്റ് ഏജൻസികൾക്ക് അന്വേഷിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ CMRL തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ EDയുടെ അന്വേഷണം കമ്പനി നിയമപ്രകാരമല്ല, PMLA അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് EDയുടെ അഭിഭാഷകൻ പറഞ്ഞത്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. സമൻസ് മാത്രമേ നൽകിയിട്ടുള്ളൂ. രേഖകൾ ഹാജരാക്കാനും അന്വേഷണത്തിന് സഹകരിക്കാനും വേണ്ടിയിട്ടാണ് സമൻസ് അയക്കുന്നത്. സമൻസ് കിട്ടിയാൽ ഹാജരായി സത്യം എന്താണോ അത് ബോധിപ്പിക്കുകയാണ് വേണ്ടത്. ഇക്കാര്യമാണ് നിലവിൽ ED സംഘവും ഹൈക്കോടതിയിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.